ഹലോ, എല്ലാരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ കൊറേ നാളുകളായില്ലേ കല്യാണിക്കുട്ടിനെ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ട്. കല്യാണി എവിടെയായിരുന്നു? നോട പറയുന്നുണ്ട ഇതല്ലേ? ഇതിപ്പോ ചേലൂരാണ് കേട്ടോ. ഞങ്ങളും ചേലൂർക്ക് വന്നേക്കാണ്. ഇന്നലെ വന്നു, ഇന്ന് നിക്കും, നാളെ പോവും. അല്ല കണ്ണാ? കണ്ണനൂടെ താഴെ എടുക്കാണ് കേട്ടോ. പായ വിരിച്ചിട്ട് കണ്ണുകുട്ടിനോടെ കിടത്തിയേക്കാണ്. കല്ലുക്കുട്ടി തന്നെ ഒക്കത്ത് കയറി കുത്തിരിക്കാണ് കുഞ്ഞാവ. അല്ലേ? എന്നിട്ട് പറയാല്ലേ, നമുക്കിവിടെ ഇരിക്കാം. കുഞ്ഞു കുട്ടിയെ കാരണം എടുത്ത് നിക്കാൻ പറ്റണില്ല. കുഞ്ഞു കുട്ടിയാണല്ലോ അത്, കനുണ്ട് അത്യാവശ്യേ. ഇപ്പൊ വലിയ കുട്ടിയായി. വലിയ കുട്ടിയായില്ലേ നോക്കിയേ. ഇവിടെ അമ്മാമ്മ വന്ന അമ്മാമ്മ ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് ഇപ്പൊ ഒത്തിരി വലിയ കുട്ടി ആയിട്ടുണ്ട്. സുന്ദരിക്കുട്ടി ആയിട്ടുണ്ട്. നാളെ കല്യാണം. നാണാവല്ല ചേച്ചി, നാണാവല്ല ചേച്ചി. അവിടെ നിക്ക് ചേച്ചി. നമ്മുടെ ചേട്ടനോടെ കിടപ്പുണ്ട് കേട്ടാ. നമ്മുടെ കണ്ണൻ ചേട്ടോടെ കിടപ്പുണ്ട്. സ്കൂളിൽ പോണില്ലേ നീ? പഠിപ്പ് നിർത്തി. പ്രീ KG വെച്ച് പഠിപ്പ് നിർത്തി. ഇനി ബാക്കിയുള്ളത് ഇവിടെ നിക്കാണോ? നീ തുമ്പൂർക്ക് വരുന്നില്ലേ? എന്തേ തുമ്പൂർക്ക് വരാൻ ഇഷ്ടല്ല? എന്താ കാരണം? അത് ഞങ്ങളുടെ പ്രാർത്ഥന കളയണം. എവിടത്തെ സ്കൂളിലേക്ക് പോണതാണോ തുമ്പൂർക്ക് വരാൻ ഇഷ്ടമില്ലാത്ത? അങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകണല്ലോ. ഇവിടെ നിക്കാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകണ്ടല്ലോ. പിന്നെ അമ്മാമ്മ അച്ചാച്ചനാണെങ്കിൽ ഇങ്ങനെ ഒരുപോലെ കൊണ്ട് നടക്കല്ലേ. അപ്പൊ അതാണ് സുഖം അല്ലേ? അവിടെ ആകുമ്പോ അമ്മയ്ക്ക് കണ്ണൻ ചേട്ടനെ നോക്കണ്ടല്ലേ? അപ്പൊ തിരിച്ച് നോക്കാം. കണ്ണൻ ചേട്ടനോട് ആക്കിട്ട് പോയല്ലോ നമുക്ക് രണ്ടിടക്ക് തുമ്പൂർക്ക്. കണ്ണൻ ചേട്ടനോട് ആക്കിട്ട് ഞങ്ങളുടെ അപ്പൊ പിന്നെ അമ്മയ്ക്ക് കല്യാണം തന്നെ നോക്കാലോ അല്ലേ? അവനോട് പറഞ്ഞേക്കാം, അവന് ഇടിക്കും. കണ്ണൻ ചേട്ടൻ പിന്നെ ഇടിക്കും. കണ്ണൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോവാട്ടാ. അതെ, കണ്ണൻ ചേട്ടനോട് പോയി സ്വകാര്യം പറയാ. കണ്ണൻ അപ്പൊ പായൊക്കെ വിരിച്ച് അതുമ്പോ കൊറേ ഇത് കട്ടിയിലൊക്കെ തുണിയൊക്കെ വിരിച്ചിട്ട് കെടുത്തിയേക്കാണ് കേട്ടോ നിലത്ത്. അതിനൊക്കെ എടുക്കുന്നതാണ് കൂടുതൽ സുഖം തോന്നണേ. എടുക്കുമ്പോ ആൾക്ക് ദേഷ്യം വരാം. അപ്പൊ TV ഒക്കെ വെച്ച് TV ഒക്കെ കണ്ട് കണ്ണൻകുട്ടി ഇവിടെ കെടുക്കാണ്. സ്വകാര്യം പറഞ്ഞാ കല്യാണി പോയി സ്വകാര്യം പറഞ്ഞു. കണ്ണൻ ചേട്ടൻ ഇവിടെ നിന്നോ? കണ്ണൻ ചേട്ടൻ ഇവിടെ നിക്കണ്ട അമ്മമ്മയുടെ അടുത്ത്. കണ്ണൻ ചേട്ടാ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ കണ്ണന്. അപ്പൊ ഇവിടെ തന്നെ നിന്നോളാൻ. ഇന്ന് കഴിഞ്ഞ നമ്മ നാളെ പോവും. കോക്കാഞ്ഞി വണ്ടി പോണ്ട് റോട്ടി കൂടെ. എന്ത് സന്തോഷം നോക്ക്. വീഴണ്ടാട്ടാ. കണ്ണുട്ടിയെ തുമ്പൂർക്ക് പോവാ നമുക്ക്. തുമ്പൂർക്ക് കൂടെ ഇഴഞ്ഞ് നടക്കണ നോക്കിയേ. പാമ്പാണോ അത് ഇളയാൻ? കല്യാണി പാമ്പാണോ? ഓരോ സർക്കസുകളൊക്കെ കാണാട്ടെ. എങ്ങനെ കണ്ണെന്നാണെങ്കിൽ എക്സ്ട്രാ ഹാപ്പി ആവുള്ള സർക്കസുകൾ കണ്ടിട്ട്. ഡാൻസ് കളിച്ചേ. അവിടെ നിന്നിട്ട് ഡാൻസ് കളിച്ചേ. ടപ്പ് ടപ്പ് പാടാം. ഡാൻസ് കളിച്ചേ. പാട്. ടപ്പ് 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 ടപ്പ്. മിഠായി പൂമരത്തുമ്മേ കണ്ടോ കണ്ടോ മിഠായി. ഇതന്നെയുള്ളു എന്റെ കല്യാണിക്ക് വയ്യതിനെ കൊണ്ട്. ടപ്പ് 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 ടപ്പ്. കണ്ണാ കല്യാണി അവിടെ കിടന്ന് ഉറങ്ങാടാ. എനിക്ക് വയ്യ. അമ്മ പാട്ട് വെച്ചിട്ട് തരാം. അതില് വീഡിയോ എടുക്കുമ്പോ പാട്ട് വെക്കാൻ പാടില്ല. നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അമ്മ പാടി കഴിഞ്ഞാൽ വേറെ ആളുകളൊക്കെ വന്ന് കളിയാക്കും. അമ്മ പിന്നെ പാടിത്തരാ. അമ്മയ്ക്ക് നാണാവണ്. ഇവിടെ അടുക്കളയിൽ ഒരാള് നല്ല പണിയിലാണ് കേട്ടാ. ലൈറ്റ് ഇടട്ടെ. അമ്മ ഇട്ടത്തുനിന്ന് പണിയാ. അമ്മി ഇവിടെ ബിരിയാണി ഉണ്ടാക്കാട്ടാ. ഞങ്ങള് ഇത്ര ദിവസം ആശുപത്രി ജീവിതമല്ലായിരുന്നു. വായെ പിടിച്ചൊന്നും കഴിക്കാനൊന്നും കിട്ടണ്ടായിരുന്നില്ല. എനിക്ക് ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം ചോറ് പോലും തിന്നാൻ തോന്നില്ല. ഇപ്പൊ 3 നേരം പുട്ടാ. അമ്മ 3 നേരം പുട്ടാ കഴിക്കില്ല ഞാൻ.
അല്ലെങ്കിൽ പിന്നെ വല്ല ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കും. ചോറ് വായയിൽ വെക്കാൻ തോന്നുന്നില്ല. അപ്പൊ അമ്മ ദേ ഇവിടെ ഞങ്ങ വന്നപ്പോ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചിക്കൻ ദേ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അരി ദേ ഇവിടെ അമ്മ കഴുകിയൊക്കെ വാല വെച്ചിട്ടുണ്ട്. സബോള ഇതൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ അമ്മ അവിടെ വട്ടകയിൽ ഇട്ട് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ ബിരിയാണി റെഡി ആയിട്ട് പറയാലോ അമ്മ. അമ്മ അതേട്ടെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമല്ലോ, ഒന്നും മിണ്ടൊന്നുമില്ല. അതിന് വേണ്ടി അച്ഛൻ എന്നോട് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എന്നെക്കാളും നല്ല രീതിയിൽ വന്നൊന്ന് സംസാരിച്ചാണ്. ആൾക്ക് അതൊക്കെ ഇഷ്ടമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് താല്പര്യമാണ്. ഇതിവിടെ അമ്മയ്ക്ക് ചേട്ടന് ഒക്കെ അങ്ങനെയാണ്, വീഡിയോയിൽ നിൽക്കാനൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയാ. അച്ഛൻ ആള് പൊളിയാണ് കേട്ടാ. അച്ഛൻ എല്ലാത്തിനും കൂടെയൊക്കെ നിൽക്കും അല്ലേ കണ്ണാ? അച്ചാച്ചൻ ഉണ്ടെങ്കിൽ ഇന്ന് പൊളിച്ചാനെ. അച്ചാച്ചൻ രാവിലെ തന്നെ ജോലിക്ക് പോയി, ഇനി വൈകുന്നേരമായിട്ടേ വരുള്ളൂ. കണ്ണൻകുട്ടിയുടെ പഴയ ഫോട്ടോ ഒക്കെയാണ് കേട്ടോ. ഇതൊരു വയസ്സുള്ള ഫോട്ടോയാണ്. ഇത് വയ്യാണ്ട് വന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ. 1 വയസ്സ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു തക്കിടുമുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലാത്തൊരു ഉണ്ണിയില്ലേ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇത് 3 വയസ്സിലത്തെ, ഇത് 5 വയസ്സിലത്തെ. മുകളിലൊരാൾ നിൽക്കുന്നുണ്ട് ജാനിക്കുട്ടിയുടെ 4ാം പിറന്നാളിന്റെ. അമ്മരമ്മന്റെ കാണിച്ചു കൊടുക്കാം. കല്യാണി പറയണ കല്യാണിയുടെ കാണിച്ചു കൊടുക്കാം. കല്യാണിയുടെ കാണിച്ചു തരാട്ടാ. ഇത് ജാനിയുടെ 1ാം പിറന്നാള്. വേറൊരാളും കൂടി ഉണ്ട്, കല്യാണിക്കുട്ടി. കല്യാണിക്കുട്ടിയുടെ 1ാം പിറന്നാളിന്റെ. മൊട്ടച്ചി സുന്ദരി, മൊട്ടച്ചി സുന്ദരി. പിന്നെ ഇവിടെ കണ്ട, ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഇത് ഞാൻ കണ്ണനെ 6 മാസോ 5 മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഉള്ള ഫോട്ടോ കേട്ടോ. അതുകൊണ്ടാണ് എന്റെ മുഖമൊക്കെ വല്ല ചീർത്ത് ഒരു മാതിരി നിൽക്കണ. ഇത് ഞാനും ചേട്ടനും. ഞാൻ മുകളിൽ നിന്നിട്ടാട്ടെ ഫോട്ടോ വീഡിയോ എടുക്കുന്നേ. പക്ഷെ മുകളിൽ നിന്നിട്ടല്ല, മുകളിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് കൊണ്ട് കാണിച്ചിട്ടാണെന്ന് മുകളിലിരിക്കണേ. ഇതൊക്കെ ഇത് കണ്ണൻകുട്ടിയുടെ 4ാം പിറന്നാളിന്റെ. നമ്മുടെ കയ്യിൽ ഇതിന്റെ ഫ്രെയിം ചെയ്തതില്ല. അത് അമ്മ അവിടെ ഫ്രെയിം ചെയ്ത കാരണം പിന്നെ നമ്മളവിടെ വീട്ടിൽ ചെയ്തില്ല. പിന്നെ ഇത് അച്ചാച്ചനും അമ്മാമ്മയും. പിന്നതേ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ. പിന്നെ ഇവിടെ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ കല്ല. പിന്നെ ഏതാ? അവിടെ ഉണ്ട് കല്യാണി ജാനും കൂടെ. ദൈന്റെ ഉള്ളിൽ കണ്ട ഷോക്കേസിന്റെ ഉള്ളിൽ കല്യാണി ജാനും കൂടെ നിക്കണ ഫോട്ടോ. അത് കാണിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഫോട്ടോ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ, അത് ഞാൻ എടുത്ത് കാണിച്ചേ. ഇത് അച്ഛനെന്തോ ഞാനൊരു 8ിലൊക്കെ പഠിക്കുന്ന സമയത്താണ് കേട്ടോ ESAയുടെ എന്തിനു വേണ്ടി എടുത്തൊരു ഫാമിലി ഫോട്ടോയാണ് കേട്ടത്. ഇത് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴത്തെ എന്റെ കോലം നോക്കിയേ. എന്നിട്ട് നീ ഫോട്ടോയല്ല, നീയൊന്നും ഇല്ല, നിന്നെയൊന്നും അന്ന് കിട്ടിയിട്ടില്ല. നിന്നെ കടയിലായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പഴല്ലേ മേടിച്ചേ. അല്ല കടയിന്ന് ഇപ്പഴല്ലേ മേടിച്ചോണ്ട് വന്നേ. 2-3 കൊല്ലായിട്ടില്ല മേടിച്ചിട്ട് വന്നിട്ട്, ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. കടയിലല്ലായിരുന്നേ. എവിടെയായിരുന്നു കല്യാണി? അമ്മയുടെ വയറ്റിലായിരുന്നു. അമ്മ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമ്മയുടെ വയറ്റിലുണ്ടായ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് എന്റെ വയറ്റിലുണ്ടായിട്ട് ഇപ്പൊ പുറത്തേക്ക് വന്നല്ലേ. അമ്പോ ഇപ്പയോ പുറത്തേക്ക് ചാടി. അമ്മയുടെ ഇവിടെ ബിരിയാണിയൊക്കെ റെഡിയാക്കി അടുപ്പിന്റെ അടുത്ത് ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറയൊക്കെ എടുക്കാൻ വന്നപ്പോഴേക്കും അമ്മ ദമ്മൊക്കെ കയറ്റിയിട്ടില്ലൊക്കെ കഴിഞ്ഞു. തീക്കാനെല്ലൊക്കെ വരടല് കഴിഞ്ഞതിന്റെ മുകളില്. ഇനിയിപ്പൊ അതിന് വെള്ളം ഉണ്ടെങ്കിൽ ഒക്കെ പറ്റുള്ളൂ അമ്മ. ഇത് എന്നിട്ട് അമ്മയുടെ അടുത്ത് ഇപ്പൊ വലിയ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തീക്കാനെല്ലാം എടുത്ത് തന്നെ മെതിച്ചിടും. കണ്ണൻകുട്ടിക്ക് ചെറുപ്പയറും പൊടിയേരിയൊക്കെ ഇട്ടിട്ട് ഇവിടെ വേവിക്കാൻ വെക്കുക, കഞ്ഞിയാക്കാനായിട്ടിട്ട്. അമ്മാമ്മത് അവിടെ ബിരിയാണിയുടെ അവസാന പരിപാടികളൊക്കെ തീർന്നു. എസൻസ് ഒക്കെ കോരി ഒഴിക്കുന്നുണ്ട് അമ്മ. കല്യാണി ബിരിയാണി കഴിക്കുന്നൊക്കെ കഴിച്ചോ? കല്യാണിനോട് ബിരിയാണി കഴിച്ചോന്ന് പറഞ്ഞപ്പോ കല്യാണിക്ക് സംശയം. എന്തൊരു സംശയം? എന്തൊരു സംശയം? എന്തൊരു കാര്യം എന്ന് പറയേ. അതല്ല, ഇതാണ് ചോറിനണ കൈ. അതല്ല, അതാണ് ചോറിനണ കൈ.
കല്യാണി പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോ കൈ ഏതാന്ന് സംശയമായി കല്യാണിക്ക്. ഇതില്ലേ അപ്പൊ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ കല്യാണി കുട്ടി ഒരു ഇത്തിരി കഴിക്കും. കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടമ്മ. കുട്ടിക്ക് ബിരിയാണി തിന്നണം എന്നൊക്കെ പറഞ്ഞിട്ട് പാത്രത്തിലൊക്കെ കുറച്ചൊക്കെ എടുത്താളിരിക്കുന്നുണ്ട് ഇവിടെ. കഴിച്ചോട്ടാ. നല്ല കുട്ടിയാലേ. തന്നെ വാരി കഴിക്കില്ലേ? ഏ തൈരുണ്ട്. തൈര് അതിന്റെ ഉള്ളിലുണ്ട് തൈര്. അടിയിൽ നോക്കിയേ വെള്ള കളറുണ്ട്. അതന്നെ തൈരാണ് കേട്ടാ. വേപ്പിലേക്ക് മാറ്റി വെച്ചോ. ഇറച്ചിയൊന്നും കഴിക്കില്ല കേട്ടാ ആള്. അപ്പൊ ഒരാള് ഇതേ തലണയുമെന്നൊക്കെ വീണ് കല്യാണിനെ നോക്കുക. ഞാനിപ്പോ നിലത്ത് കിടത്തിയതേ. ആളിങ്ങനെ നിറങ്ങി കളിച്ചോളൂ. ഇവിടെ കിടത്തിയ ആളാണ് കേട്ടാ. നിറങ്ങി അവിടെ എത്തി. അവള് ബിരിയാണി തിന്നണ നോക്കാം. എന്റെ മോന് ബിരിയാണി തിന്നാൻ പറ്റില്ല കേട്ടാ കണ്ണാപ്പിയെ. ബിരിയാണി തിന്നാൻ പറ്റില്ല കേട്ടാ കണ്ണാപ്പിയെ. മോനോട് അടിച്ചു കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണന്റെ അടുത്ത് സ്ലൈറ്റ് ഒക്കെ ഇരിക്കണ്ടല്ലോ കല്ലുന്റെ. എഴുതി പഠിക്കുമ്പോ ക്യാമറ കണ്ടപ്പോ അതിലേക്ക് എന്നെ നോട്ടട്ടാ. ഞാൻ ഉണ്ടാക്കാറില്ല. അങ്ങോട്ട് ചെല്ലു. അതിന്റെ കൂടെ പെൻസിൽ എടുക്കാൻ വന്നേണ്. അങ്ങോട്ട് ചെല്ലടാ. പെൻസിൽ എടുത്ത് കൊടുക്കണ എഴുതി പഠിക്കാൻ ചേട്ടൻ. കണ്ണാ നിനക്ക് സ്ലൈറ്റിന്റെ പെൻസിൽ എടുത്തതാണ് എഴുതി പഠിക്കാൻ. എവിടെ പെൻസിൽ ഉണ്ണെടുത്തതുണ്ട്. ബിരിയാണി തിന്നണ്ടാന്ന് പറഞ്ഞാലാണ് ഇങ്ങനെ നോക്കണേ. അന്റെ മോന് കുക്കറിൽ വേറെ ബിരിയാണിക്ക് വെച്ചിട്ടുണ്ട്. ചെറുപയർ ബിരിയാണി. ഇവൾക്ക് കൊടുക്കില്ല അത്. ഇതല്ല ചെറുപയർ ബിരിയാണി എനിക്ക് തരില്ലേട്ടാ. അല്ല കണ്ണാ അമ്മ ഈ പായസം ബിരിയാണി എടുത്തിട്ട് വരാട്ടെ. ചെറുപയർ ബിരിയാണി വെച്ചിട്ട് വരാട്ടാ. ചെറുപയർ ബിരിയാണി കല്ലിന് വെക്കൂല. കല്ല് സൂത്രം പറഞ്ഞ ഉണ്ടണ്ട അണ്ണാ കല്ലിന് പറ്റിച്ചതാ ഉണ്ടണ്ട എന്താണ് പറ്റിക്കല്ലേ. കണ്ണാപ്പിനെ കാണണില്ലല്ലോ. കണ്ണാപ്പിയെ ഇപ്പൊ കൊഴപ്പില്ലല്ലോ അമ്മ എടുക്കുമ്പോ. കൊഴപ്പില്ലല്ലോ. എന്താ വെച്ചപ്പോ ചുണ്ടു പോണ്. കണ്ണാ ഒരാള് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ആരാത്? കല്യാണി കഴിക്ക് പൊന്നുവാ. തൈര് അമ്മ എടുത്തിട്ട് വരാം. പൂച്ചേനെ വന്നത്. പൂച്ച വരുന്നപ്പോ പൂച്ച മേടിച്ച് തിന്നോളൂ ചോറൊക്കെ. നഗായാ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് വെട്ടിയതാ. ജൂബിലിക്ക് നെയിൽ കട്ടർ കൊണ്ടുവന്നത് അമ്മ. അയ്യോ ആ പൂച്ച നിക്കണോക്കി. കിടാവിന് ഭക്ഷണം കഴിക്കാൻ പറ്റണ്ട്. പൂച്ച പാടുന്ന് നിനക്ക് തരില്ല. കുട്ടി കഴിക്കട്ടെ. കണ്ണന് വിശക്കുണ്ട്. അത് വിസിൽ പോയെങ്കിൽ അമ്മ അന്റെ മോന് പായച്ചെടുത്തരാട്ടാ. ചെറുപയർ പാച്ചം പൊടിയേരിയും ചെറുപയറും ഒക്കെ കൂടെ അടിച്ചെന്നെ കുട്ടി ഇപ്പൊ ഒരു കുടിക്കലുണ്ട്. നോക്കട്ടെ അമ്മ പോയിട്ട്. അപ്പൊ കല്യാണി കുറെ നേരമായിട്ട് ഭക്ഷണം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കലായിരുന്നു. വായക്ക് ഇറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല ആള്. പിന്നെ ആദ്യം 2 ഉരുള കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ കളിയാണ്. അപ്പോൾ അമ്മ അവൾക്ക് വാരി കൊടുക്കാനായിട്ടിരുന്നു. വാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ആള് അത്യാവശ്യം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടാ. പിന്നെ ഇപ്പം അവളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫോൺ വേണം. ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കഴിക്കാം. അങ്ങനെ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ആൾ അറിയാണ്ട് ആൾ കഴിച്ച് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കണ്ണനും കൂടെ കഞ്ഞി കൊടുക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. ചെറുപ്പയറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ കഞ്ഞിയൊക്കെ കൊടുക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ വായൊക്കെ ഒരടയ്ക്കലും കുറുമ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും കുറച്ചൊക്കെ കഴിച്ചു. അപ്പം നമുക്കൊരു സന്തോഷമായി കേട്ടോ. അപ്പൊ ഞങ്ങളെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മ എന്തെടുത്തല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് കല്ല് കാണില്ല വീഡിയോയില്. കല്ല് ആലോചിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് നമ്മടെ കൊടുന്നു. കിടന്നിട്ടും ചായ കുടിച്ചു. ഇപ്പൊ ചായ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാലോ ഫ്രണ്ടില്. കല്യാണി പറഞ്ഞ നമുക്ക് കൂടെ വെറുതെ മുറ്റത്ത് നടക്കാന്ന്. കണ്ണനെ എടുത്ത് നടക്കുന്നത് ക്യാമറ പിടിക്കാൻ പറ്റില്ല. കല്യാണി ക്യാമറ പിടിക്കണേ നടക്കാം.
ഞാൻ കമ്പനി ശരി. അപ്പൊ നമുക്ക് നടക്കാം കണ്ണാ, ആട്ടാ. നടക്കാം. ഇത് തരില്ല, അപ്പൊ ഞാൻ പിടിച്ചാണ് പറഞ്ഞിട്ട് അത് വെറുതെ പറഞ്ഞതല്ലേ തമാശക്ക്. അപ്പൊ വാ നമുക്ക് നടക്കാം. നടക്കാൻ ഇറങ്ങാൻ പോണെന്ന് വേറെ ഇങ്ങോട്ട് അല്ലാട്ടെ, ഈ മുറ്റത്ത് നടക്കേണ്ട കാര്യം പറഞ്ഞേ. അപ്പൊ കണ്ണൻകുട്ടി എന്റെ തോളിലുണ്ട്, കല്യാണിക്കുട്ടി ഇറങ്ങ ബൈക്കുമ്പോ ഇറങ്ങ. കല്യാണിക്കുട്ടി ഇങ്ങനെ ഓരോ കുറുമ്പ് ഇങ്ങനെ ഒപ്പിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോസ് എടുക്കുന്നത് നടക്കില്ല. ആളിങ്ങനെ ഓരോന്ന് ഒപ്പിച്ചോണ്ടിരിക്കേ. അപ്പൊ ദേ അമ്മാമ്മയുടെ കൃഷിയൊക്കെ കാണിച്ചു തരാട്ടാ. അമ്മാമ്മയുടെ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. അമ്മയുടെ മുളകും തൈകളൊക്കെ ഉണ്ട് കേട്ടാ, മുളകൊക്കെ ഉണ്ട് കേട്ടാ. വേണ്ട മുളകൊക്കെ നിക്കണ്. 2 തക്കാളി തേക്കുണ്ട്. നാട്ടും കൂടെ ആയിരുന്നു കേട്ടാ, പാടൊന്നും ഇല്ല. ആട് കൃഷിയൊക്കെ നിർത്തിയ അമ്മാമ. കോഴി ഉണ്ടായിരുന്നു, പട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. മുളകും തൈകളൊക്കെ നിക്കണം അമ്മയുടെ. ഇത് മാമന്റെ മീനൊക്കെയാണ് കേട്ടാ. ഇതില് മുഷി ചെയ്യാൻ അങ്ങാണ്ടൊക്കെ ഉണ്ട്. അടിക്ക് പോവും, ക്യാമറ കൊണ്ടുവന്നാ ഒളിക്കും പോയിട്ട്. പിന്നെ അവിടെ അമ്മ നിക്കണ വേണ്ട. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പാടാണ്, നമ്മുടെ തന്നെയാണ് കേട്ടാ പാടം. അമ്മാമതി പോത്തിന് വെള്ളം കൊടുക്കാം. നോക്കിപ്പോ, ഇത് കൂടെ വേണ്ട, വഴി കൂടെ പോ. കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളാണല്ലോ. അമ്മാമ്മ ചെടി നനയ്ക്കുന്നതോ അമ്മാമ്മയുടെ ചെടിയൊക്കെ കാണിച്ചു കൊടുത്തില്ലേ, മുളകും തൈയൊക്കെ. അത് കഴിഞ്ഞ ദിവസത്തെ വിശേഷമായിരുന്നു. ഇത് പിറ്റേ ദിവസമാണ് അല്ലേ. കല്ലുകൂട്ടം നല്ല കുട്ടിയായിട്ട് അമ്മാമ്മയുടെ അടുത്ത് നിന്നിട്ട് കല്ലുകൂട്ടം മാമൊക്കെ തിന്നുന്നുണ്ട്. നല്ല സ്വഭാവമൊക്കെ കല്ലുണ്ട്, കാണാൻ തന്നെ കണ്ടില്ലേ. കല്ലു സുന്ദരിയായില്ലേ. സിന്ദൂരം തൊട്ടിട്ട് ഞാൻ സിന്ദൂരം തൊട്ടപ്പോഴേ സിന്ദൂരം തൊടണമെന്ന് പറഞ്ഞാൽ ആള് പറയല്ലോ എന്നോട്. ഞങ്ങളുടെ കാണിച്ചു കൊടുത്തേക്കണേ. കല്യാണം എന്നോട് പറയില്ല, അമ്മ എനിക്ക് ഇവിടെ സിന്ദൂരം തൊട്ടാൽ അവിടെ സിന്ദൂരം തൊടാൻ പറ്റില്ലാന്നുകൊണ്ട് ഇവിടെ ഒരു കുറിയൊക്കെ വരച്ചു കൊടുത്തു. അപ്പൊ തൊട്ട് ഞാൻ സിന്ദൂരം തൊട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കാം. കല്യാണിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയാ. കല്യാണം ചെക്കൻ എവിടെയാ? കല്യാണത്തിലാ. അപ്പൊ ചെക്കനല്ലേ സിന്ദൂരം തൊട്ടാറുണ്ടേ? ഏത് ചെക്കനാ? ഏത് ചെക്കൻ? കല്യാണ ചെക്കന്റെ പേരറിയില്ല കേട്ടാ. പിന്നെ എന്നിട്ട് അറിയാ? ഒന്നുമില്ലയുടെ എന്തൊക്കെയോ പറയുന്നേട്ടാ എന്റെ കല്ലുമ്മ അല്ലേ. അവിടെ പാസൊക്കെ ഉണ്ട്. ഇവിടെ കല്യാണത്തില് കല്യാണത്തില് പൈസൊക്കെ ഉണ്ട്, കല്യാണപ്പെട്ട്. പക്ഷെ ഇവിടെ വന്നിക്കാ അല്ലേ. കണ്ണൻ കൊണ്ടല്ലേ? വന്നാ പായസം കൊടുത്താ? നീയല്ലേ കല്യാണം പെണ്ണ്? കല്യാണം പെണ്ണ് എന്നിട്ട് സാരി ഒന്നും കൊടുക്കാത്ത? വീഡിയോക്ക് വേണ്ടി സാരി ഇട്ടിട്ട് വയ്യ എന്റെ കല്ലപ്പന അങ്ങനെ വീഡിയോയിലൊന്നും വന്നിക്കാറില്ല. ഇപ്പൊ എന്താണ് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല കുട്ടിയെന്ന് തോന്നുന്നു. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അമ്മാമ്മയ്ക്കാ അല്ലേ. അമ്മാമ്മ നല്ല സ്വഭാവമൊക്കെ പഠിപ്പിച്ചാ? അച്ചാച്ചനും അമ്മാമ്മേനും ഇഷ്ടാ? അതെ, അമ്മേനും ഇഷ്ടം. എനിക്ക് കാണാൻ കുട്ടിയുടെ ഇവിടെ മാമ കൊണ്ടിട്ടൊക്കെ എടുക്കുന്നിട്ടാ അല്ല കണ്ണാ. പൂച്ച ഇവിടെ, പൂച്ചയോ? പൂച്ചയുടെ ഇവിടെ വാതിലിന്റെ ഒരു പൂച്ച വന്നിട്ടുണ്ടായിരുന്നു. അതിനെ നോക്കി ഭയങ്കര ചീത്ത പറയലൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ കിടന്ന്. അല്ലേ കല്ലോ?
കണ്ണാ കണ്ണൻ അവളെ നോക്കി ചിരിക്കാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിപ്പോ ഒരവസാനം ഇല്ലാണ്ട് അങ്ങോട്ട് അവസാനിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ഇന്ന് വന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഒരു എൻഡ് എങ്ങനെയെങ്കിലും ഒന്ന് ഭംഗിയാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഭാഗങ്ങളൊന്നും എടുത്തത്. അപ്പൊ ഇന്ന് നമ്മൾ തിരിച്ച് തുമ്പൂർക്ക് പോവും. ചേട്ടൻ ഈവനിങ്ങിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതുവരെ കുറച്ചു നേരം ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കല്യാണി പറയുന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ചേരം കണ്ണുകുട്ടിയുടെ അടുത്ത് കിടക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഹലോ പറഞ്ഞേ ബൈ പറഞ്ഞേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം. സബ്സ്ക്രൈബ് ചെയ്യണേ. ഗവൺമെന്റിന്റെ വിഭവ നടക്കണെന്ന് പറയണം. അപ്പൊ പിന്നെ ആണസവസാണ് അവസാനിപ്പിക്കാണ്. അവസാനിപ്പിക്കാണ്. അപ്പൊ നമുക്ക് മറ്റേ കാണാം. ബൈ ബൈ ബൈ. ബൈ 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 ബൈ.